ഹരി ഓം. ഹരി ഓം സ്വാമി. ശരിക്ക് നമ്മുടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, അതായത് മാത്തമാറ്റിക്സ് ഫോൾസ് ഷോർട്ട് ആബ്സല്യൂട്ടിൽ ഒരു പോയിന്റ് നമ്മൾ റിഫർ ചെയ്തായിരുന്നു. അതായത് ഹെൻറി ബെർഗ്സൺ ഇൻ ഹിസ് വർക്ക് കോൾഡ് ഡ്യൂറേഷൻ ആൻഡ് സൈമൾട്ടേനിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐൻസ്റ്റൈൻ്റെ പിന്നെ ആ ഡെമിസ് റിലേറ്റിവിസ്റ്റ് ആൻഡ് യൂണിലാറ്ററൽ അപ്രോച്ച് എന്തോ അനുവദിച്ചില്ലായിരുന്നു. ഒരു റെസിപ്രോസിറ്റി ബിറ്റ്വീൻ സ്പേസ് കോൺട്രാക്ഷൻ ആൻഡ് ടൈം ഡൈലേഷൻ വിച്ച് മസ്റ്റ് എക്സിസ്റ്റ്, കോ എക്സിസ്റ്റ്. ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്താലേ ഉള്ളൂ അദ്ദേഹത്തിന് പിന്നെ ഒരു ഇനേർഷ്യൽ റെഫറൻസിൽ നിന്നും മറ്റൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലോട്ട് മാറാൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ലോറൻസ് ട്രാൻസ്ഫോർമേഷനും ഈ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് is in connection with the classical mechanics and also the Einstein's Newton's classical mechanics and Einstein's this special field theory. ഇത് രണ്ടും പിന്നെ എന്താണ് എസ്പെഷ്യലി ദ ലാറ്റർ വൺ, ദാറ്റ് ഈസ് രണ്ട് തിയറി ഉണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഈ പറഞ്ഞ ദാറ്റ് ഈസ് ജനറൽ റിലേറ്റിവിറ്റി ആൻഡ് ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്പെഷ്യൽ തിയറി ഓഫ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, എന്നിട്ട് അതിന്റെ പിന്നെ ആ ഇൻഫ്ലുവൻസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നടക്കുന്ന മൂവ്മെന്റ്സിനെ കുറിച്ച് റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് മീൻസ് ദാറ്റ് ബോഡി ഈസ് മൂവിങ് വിത്ത് നോ ആക്സിലറേഷൻ ഇല്ലാതെ പോകുന്നു, അതായത് കോൺസ്റ്റന്റ് സ്പീഡിൽ ഇങ്ങനെ പോകുന്നു. അങ്ങനത്തെ ഒരു പോയിന്റ് ആയിരുന്നു അത്. പക്ഷെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോയിന്റ് പിന്നെ എന്താണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞത്, ദാറ്റ് ഈസ് സെഡ് വിത്ത് ദ സെയിം ഡിഫറൻസ്, ഇനേർഷ്യൽ ഡിഫറൻസ്, ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പം എവിടെ ആയിരിക്കും ഇങ്ങനത്തെ മൂവ്മെന്റ്സ്? നമ്മൾ എന്തായാലും എർത്ത് പ്ലെയിനിൽ നിൽക്കുമ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, നമ്മൾ അതിന്റെ എഫക്റ്റിലാണ്. അപ്പോൾ നമ്മുടെ എർത്തിന്റെ മുകളിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ അതിന് വിധേയമായിരിക്കും. പക്ഷെ സ്പേസിലോട്ട് പോകുമ്പം, എയർ ഇല്ലാത്തടത്ത് പോകുമ്പം, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുമ്പം, ഇല്ലാതാകുമ്പം, ആ മേഖലയിൽ നടക്കുന്ന മൂവ്മെന്റ്സ് റിലേറ്റീവ് ടു വൺ അനദർ, അങ്ങനെ ആകുമ്പം ഈ സെലസ്റ്റിയൽ ബോഡീസും മറ്റേതിന്റെ ഒക്കെ മൂവ്മെന്റ്സിനെ അനുബന്ധിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സെക്കൻഡ് തിയറി, the special theory, it was proposed earlier 1905. അപ്പൊ ആ സ്പെഷ്യൽ തിയറിക്ക് പിന്നെ it has application in the astronomical, astrophysical, cosmological realmൽ ഇതിന് ആപ്ലിക്കേഷൻ കാണും. അവിടൊക്കെ ഈ തിയറിക്ക് ആപ്ലിക്കേഷൻ കാണും. അപ്പോൾ ഈ തിയറി അവിടെ സ്പെഷ്യൽ തിയറിയിലാണ് സ്പേസ് കോൺട്രാക്ഷനും ടൈം ഡൈലേഷനും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ തിയറി സ്പെഷ്യൽ തിയറിക്കകത്ത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആ സ്പെഷ്യൽ തിയറി ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് it says like this: the special theory states the special relativity is a theory of structure of space time. അപ്പോൾ അതുണ്ട്, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞില്ലേ, he does not he has a unilateral approach and admitting no radical reciprocity between space contraction and time dilation, which must coexist if the mathematics of the Lorentz transformations are to be fully accepted by Einstein, instead of being partially adopted for his limited theory of relativity. അപ്പോൾ ലിമിറ്റ് തിയറി ഓഫ് റിലേറ്റിവിറ്റി രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. So it was introduced in on the Albert. Now the special relative theory
is based on two postulates which are contradictory in classical mechanics. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് കുറച്ച് വ്യത്യസ്തമാണ്. The law of physics are the, അപ്പോൾ ഇതാണ് postulate. The law of physics are the same for all observers in any inertial frame of reference relative to one another. അപ്പൊ ഒബ്സർവേഴ്സ് എന്ന് പറയുമ്പം മൂവിങ് ബോഡീസ് എന്നുള്ള രീതി ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാം. The law of physics are the same for all അതായത് ലോ ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ ഫോഴ്സ് ഒരു ബോഡി മൂവ് ചെയ്യുമ്പം ആ ബോഡിക്ക് പിന്നെ കോൺസ്റ്റന്റ് സ്പീഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ the speed can be enhanced or it can be decreased. If it is enhanced, it is said to be accelerated. If the speed is decreased, it is said to be deaccelerated or retarded. Speed is retarded. You can say like that. And then when this thing, all this is taking place, especially acceleration and retardation taking place in its displacement, and the body is being displaced, there's a force acting on it. There's a force acting on it. But in an inertial frame of reference, the body is moving with a constant speed with no force being exerted on it. അപ്പൊ അതിന്റെ ഒരു ഇൻഹെറന്റ് എനർജി വെച്ച് അതിങ്ങനെ ഒരു സ്പീഡിൽ പോകുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പം അത് വേറെ ഫോഴ്സസ് എല്ലാം കാണുമായിരിക്കും, or neutralizing or anything, but it has one particular speed it goes constantly. അതാണ് ആ inertial frame of reference. അപ്പോൾ ആ ലോസ് ഓഫ് ഫിസിക്സ് ഒക്കെ ഈ മൂവ്മെന്റിന്റെയും സ്പീഡിന്റെയും മൊമെന്റവും അതിന്റെ എല്ലാം ആ രണ്ട് മൂവിങ് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ ഒബ്സർവേഴ്സിന് ആപ്ലിക്കബിൾ ആണ്. The laws of physics are the about special relativity theory. The laws of physics are the same for all observers in any inertial frame of reference relative to one another. That is the principle of relativity. In other postulate പറയുന്നത് the speed of light in a vacuum is the same for all observers, regardless of their relative motion or the motion of the light source. അപ്പോൾ അത് പിന്നെ ഈ resulted these theories, these two postulates, the resultant theory copes with experiment better than classical mechanics. അതുകൊണ്ടാണ് അവരത് കൺസിഡർ ചെയ്തത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെക്കാട്ടിൽ കുറച്ചുകൂടെ, ന്യൂട്ടണിന് 3 ലോസ് ഉണ്ട്, ആ 3 ലോസ് പലത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടിൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമല്ല, നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ്. These two postulates explains the result of Michelson-Morley experiment. Moreover, third postulate എന്തായിരുന്നു? രണ്ടാമത്തത് ലൈറ്റ് വാക്വത്തിലെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു പറഞ്ഞു. പിന്നെ 3 ഇല്ല, 2 ഉള്ളൂ. സ്പെഷ്യൽ റിലേറ്റീവ് തിയറി, 2 തിയറി ഉണ്ട്. ജനറൽ റിലേറ്റിവിറ്റി തിയറി, സ്പെഷ്യൽ. അത് 2 ഉള്ളൂ. അത് 2 പോസ്റ്റുലേറ്റേ ഉള്ളൂ. ഒരു പോസ്റ്റുലേറ്റ് പറയുന്നത് the laws of physics are the same for all observers in any inertial frame of reference relative to one another. Observers എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ജനറൽ റിലേറ്റിവിറ്റി തിയറി ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളിടത്താ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒബ്സർവേഴ്സ് ആകാം. അതായത് ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആൾ ഒരു ഒബ്സർവർ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് വേറൊരു ഒബ്സർവർ, അല്ലെങ്കിൽ 2 വ്യത്യസ്തമായ വാഹനങ്ങൾ പാരലായിട്ട് നടക്കുമ്പോൾ അതിനകത്ത് 2 ഒബ്സർവേഴ്സ്, അങ്ങനെയൊക്കെ ആകാം. ഓൾ ദ ഡിഫറെന്റ് ടൈപ്സ്. ബട്ട് ദിസ് ഇസ് എ സ്പെഷ്യൽ പിന്നെ relativity theory which generally takes place in the absence of the gravitational, it's related to that, the absence of a gravitational force. അങ്ങനെ എടുക്കുന്നത്. അപ്പൊ അതിനകത്താണ് 2 പോസ്റ്റുലേറ്റ്സ് ഉള്ളത്. The law of physics are the same. ഒന്ന് ഇതാണ്, the speed of light മനസ്സിലായല്ലോ. The other one is the law of physics are the same for all observers in any inertial frame of reference relative to one another. ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് എങ്ങനെ ചലിക്കുന്നോ, ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിൽ, ആ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ് പറഞ്ഞ ആ ഫ്രെയിമില് അവിടെ എന്തോ ഇല്ല, ആക്സലറേഷൻ ഓഫ് ബോഡീസ് നടക്കുന്നില്ല, no retardation of the bodies. The body will be moving at a, what you call that, at a constant speed.
at a constant speed. No enhancement of speed, no decrement of speed. ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു പോയിന്റിൽ വിത്ത് നോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങനത്തെ മൂവ്മെന്റ് റിലേറ്റീവ് ടു വൺ അനദർ ആ രണ്ട് ബോഡീസിനും അല്ലെങ്കിൽ ആ രണ്ട് ഒബ്സർവേഴ്സിനും ചലിക്കുന്നത് രണ്ട് ഒബ്സർവ് ചെയ്യുന്ന റിലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് all the laws of physics will be applied to it. ഇനി ക്ലാസിക്കൽ മെക്കാനിക്സിന്റെയും ന്യൂട്ടന്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണോ അറിയില്ല എനിക്ക്. അതാണോ നീ ചെയ്യുന്നതെന്ന് ഇത്രയും പറയുന്നുണ്ട് ഈ രണ്ട് തിയറി. അപ്പൊ ഇതിനകത്ത് what you call that the theory has many surprising and counterintuitive consequences. Some of these are: one, relativity of simultaneity. Two events simultaneous for one observer may not be simultaneous for another observer if the observers are in relative motion. Then time dilation. Moving clocks are measured to tick more slowly than an observer's stationary clock. എന്ന് പറഞ്ഞാൽ ഒരാള് പിന്നെ നിൽക്കുകയാണ്, എന്നാൽ ഒരു ക്ലോക്ക് ചലിക്കുന്ന ഒരു വണ്ടിയിലെ ഒരു ക്ലോക്ക്, അപ്പോൾ അത് നോക്കിയാൽ മൂവിങ് ക്ലോക്സ് ആർ മെഷർഡ് ടു ടിക്ക് മോർ സ്ലോലി ദെൻ ആൻ ഒബ്സർവേഴ്സ് സ്റ്റേഷനറി ക്ലോക്ക്. ഒരു ആളുടെ അടുത്ത് ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ സ്റ്റേഷനറി ചലിക്കുന്നില്ല, എന്നാൽ വേറെ ഒരാളുടെ അടുത്ത് ക്ലോക്ക് ഉണ്ട്, അദ്ദേഹം ചലിക്കുന്നു, ആ വണ്ടിയിൽ ക്ലോക്കും ചലിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം ആ ചലിക്കുന്ന ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന സ്ലോ ആണ്. അപ്പൊ ടൈം വിൽ ബി സ്ലോ. സോ ഇഫ് ദ അതർ ക്ലോക്ക് ഷോസ് സേ 8:12, the stationary one, മറ്റേത് വിൽ ഷോ ഓൺലി 8:10 ചലിക്കുന്നതിന്റെ. അപ്പൊ അത് അങ്ങനെ ടൈം ഡൈലേഷൻ ഉണ്ടാവുന്നു. കുറച്ചുകൂടെ എന്തോ ചെയ്യാം, ഡൈലേറ്റഡ് ആകും. പിന്നെ വേറെ ഒന്നുണ്ടാകുന്നത് അവിടെ is another concept. It explains this, that is okay, just coming. Now another one thing is the space contraction. ആ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. Now it explains this as well, that is the space contraction, length contraction. More than space, it should be length contraction. Time dilation and space contraction. Length contraction എന്നും പറയും. Objects are measured, കണ്ടോ ഇതാണ്, objects are measured to be shortened in the direction that they are moving with respect to the observer. അപ്പോൾ ഒബ്സർവർ നീങ്ങുന്നത് ആ ഡയറക്ഷനിൽ they are measured, then the objects which are being measured, that motion is being measured, they appear, the objects are measured to be shorter. എന്നാൽ കാണാൻ അതിന് കുറച്ചുകൂടെ ലെങ്ത് കുറവായതുപോലെ ലെങ്ത് കോൺട്രാക്ഷൻ. മറ്റേ ടൈം കുറച്ചുകൂടെ ടൈം ഡൈലേഷൻ എന്നാ പറയുന്നോർത്തോണം. ടൈം ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ് ആവണമെങ്കിൽ കുറച്ചുകൂടെ ടൈം ഡൈലേറ്റ് ചെയ്താലേ ആ 12 മിനിറ്റ് ആവുള്ളൂ. എന്നാൽ മറ്റേ സ്റ്റേഷനറി ക്ലോക്കിൽ 12 ആണെങ്കിൽ ഇത് 10 കാണുന്നു. അപ്പൊ അതിന് ടൈം ഡൈലേഷൻ എന്നാണ് പറയുന്നത്, മറ്റേ ലെൻസ് കോൺട്രാക്ഷൻ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഇത് രണ്ടും ഉണ്ട്. അപ്പോ എന്തോ വേണം, ടൈം വരുന്നുണ്ട്, ലെൻസ് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസ് കോൺട്രാക്ഷനും ടൈം ഡൈലേഷനും വിച്ച് വാസ് റിഫർഡ് ടു ഇൻ ദാറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ് ഫോൾ ഷോർട്ട് ഓഫ് ദ ആബ്സല്യൂട്ടിന്റെ 5ാമത്തെ പാരഗ്രാഫിൽ വന്ന ആ പോയിന്റ് is reference to that special what's the field theory, special theory of relativity, special theory of relativity. എന്നിട്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ലോറൻസ് മാത്തമാറ്റിക്കൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, അതൊരു ഇക്വേഷൻ പോലെ സോൾവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മറ്റേ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിലോട്ട് പോകണമെങ്കിൽ, ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മറ്റേ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ പോകണമെങ്കിൽ രണ്ട് റിലേറ്റിവിസ്റ്റിക് മൂവ്മെന്റിന് അല്ലെങ്കിൽ രണ്ട് റിലേറ്റിവിസ്റ്റിക് ഒബ്സർവറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത്
അത് മാറ്റണമെങ്കിൽ ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ റെസിപ്രോസിറ്റി ഇല്ലാതെ ചെയ്യുമ്പോഴാണ് അത് ലിമിറ്റഡ് തിയറി ആകുന്നത്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ആ ടൈം ഫാക്ടറിന് അതിൻ്റെ യഥാർത്ഥ പ്രാധാന്യം കൊടുത്താലേ ഉള്ളൂ ആ യൂണിറ്റ് ഫീൽഡ് സ്ട്രക്ചർ ഉണ്ടാവുന്നത്, മാത്തമാറ്റിക്കൽ ഫീൽഡ് സ്ട്രക്ചർ ശരിയാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൂ നമുക്ക് ആ ശരിയായ കുറച്ചുകൂടെ റെക്ടിഫിക്കേഷൻ ഉണ്ടായിട്ട് ആ ഷോർട്ട് കമ്മിങ് ഓവർകം ചെയ്യുന്നത്. എന്നിട്ട് ആ ഷോർട്ട് കമ്മിങ് ഓവർകം ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു പോയിന്റും അവിടെ പറഞ്ഞായിരുന്നു. അങ്ങനെ ടൈമിന് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന്. അപ്പോൾ ആ പോയിന്റ് തന്നെയാണ് ഇവിടെയും നമ്മുടെ ബെർഗ്സൺസ് ഓൺ സ്ട്രക്ചറൽ പ്രോഗ്നോസ്റ്റിക്സിൽ പറയുന്നത്. വി ഹാവ് റിഫേർഡ് ടു stage by stage the shortcomings of the frames of reference employed by Einstein in his two theories of relativity. And after a full and careful scrutiny of its argument, Bergson proposes something resembling a structural model, which seems to us to come very near to our requirement at the present stage of our own discussion of structuralism. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇറ്റ് ഫിറ്റ്സ് ഇൻ ടു അവർ വാട്ട് യു കോൾ ദാറ്റ് സ്ട്രക്ചറലിസം നമ്മൾ പറയില്ലേ. പിന്നെ എ പോസ്റ്റീരിയോറിയിൽ നടക്കുന്ന ഓരോ ഒബ്സർവേഷനും ഹൊറിസോണ്ടൽ ആക്സിസിൽ എടുക്കുകയും അതിന് ബേസ് ചെയ്ത് ആ മാറ്ററിനകത്തെ ഡീറ്റെയിൽസ് ഒബ്സർവ് ചെയ്ത് ഡേറ്റ കിട്ടിയത് മൈൻഡിലോട്ട് കണക്ട് ചെയ്ത്, അതായത് സ്പെക്കുലേഷൻ ചെയ്ത് മൈൻഡ് മാറ്റർ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റിലോട്ട് വന്ന് സ്പെക്കുലേഷൻ കൂടിയിട്ട് അത് കോൺഷ്യസ്നെസ് ഫീൽഡിലാണെങ്കിൽ ഒരു ആബ്സല്യൂട്ട് ഫീൽഡിലാണെങ്കിൽ അങ്ങനാണെങ്കിൽ ആ റിസൾട്ട്സ് അതിൽ നിന്ന് വരുന്ന പിന്നെ എല്ലാം കുറച്ചുകൂടെ വെർട്ടിക്കൽ ആക്സിസിൽ ഉള്ള രീതിയിലാകുമ്പോൾ വെർട്ടിക്കലൈസ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടെ പിന്നെ തിയറീസോ എന്താണോ ഡിസ്കവറീസോ അതൊക്കെ കുറച്ചുകൂടെ ഹോൾസം കംപ്ലീറ്റ് പരിപൂർണ ആയിരിക്കുമെന്നാണ് നമ്മളത് പറഞ്ഞ. ആ സ്ട്രക്ചറലിസം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബെർഗ്സൺസ് ഓൺ സ്ട്രക്ചറൽ പ്രോഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിൽ പ്രോഗ്നോസ്റ്റിക്സ്, അതായത് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ആ സ്ട്രക്ചറൽ ആസ്പെക്റ്റില് പിന്നെ ചില അഡ്വാൻസ്ഡ് ഇൻഡിക്കേഷൻസ് അതിനെക്കുറിച്ച് പ്രോഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതായിരിക്കും ഫ്യൂച്ചറിലുണ്ടാകുന്ന ചില ഇവന്റ്സ് അല്ലെങ്കിൽ ഈ സ്ട്രക്ചറലിസത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ബെർഗ്സണിന്റെ ബേസിസിൽ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്, ആ ഒരു പോയിന്റാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ തിയറിയുടെ ഷോർട്ട് കമ്മിങ് കണ്ടിട്ടാണ് ബെർഗ്സൺ പ്രൊപ്പോസ് ചെയ്തത് ഒരു സ്ട്രക്ചറൽ മോഡൽ. ആ സ്ട്രക്ചറൽ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് മുമ്പേ ഉള്ള ഓത്തർ ഡിസ്കസ് ചെയ്ത സ്ട്രക്ചറലിസത്തിന് ഒരു സാമ്യമുണ്ട്. ഇറ്റ് കംസ് വെരി ക്ലോസ്. ഇൻഫാക്ട് ദർ ആർ ടു എന്നിട്ട് ഇതിനകത്ത് ഈ സ്ട്രക്ചറലിസം എന്തിനെ സംബന്ധിച്ചാണ്, ഇപ്പോ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നതിൽ ഏത് പോയിന്റിലാണ് അവിടെ അവര് ഡീൽ ചെയ്യുന്നത്? രണ്ട് കാര്യത്തിനെ സംബന്ധിച്ചാണ് ബെർഗ്സൺ ഈ മോഡൽ വരുത്തിയിരിക്കുന്നത്, രണ്ട് ആസ്പെക്ടില്. വിത്ത് റെഫറൻസ് ടു 2 points in this reference to this theory, especially it is dealing with Einstein's theory of relativity. ബെർഗ്സണിന്റെ ഈ സ്ട്രക്ചറൽ പ്രോഗ്നോസ്റ്റിക്സ് ഇസ് ബേസ്ഡ് മോസ്റ്റ്ലി ഓൺ ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ തിയറിയെ സംബന്ധിച്ച് ഏത് രണ്ട് കാര്യത്തിലാണ് കൂടുതൽ, വിത്ത് റെഫറൻസ് ടു വിച്ച് ടു കോണ്ടെക്സ്റ്റ് ഇസ് ഹി giving that broad outlines of the term structural model. One of them is meant to be more realistic and the other is supposed to be idealistic. Realistic എന്ന് പറയുന്നത് is that one, അതായത് നമ്മൾ കാണുമ്പം നമുക്ക് അപ്പീൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ,
അങ്ങനെ എടുക്കുന്ന കാര്യങ്ങൾ. വൺ ഓഫ് ദം ഇസ് മെന്റ് ടു ബി മോർ റിയലിസ്റ്റിക് ആൻഡ് ദി അതർ ഇസ് മോർ a model which is more idealistic. Appo a realistic model on which it has been built up, that what is that the theory has been built up, the Einstein's relativity theory has been built up. One of them is more realistic ennu parayunu than the other. Why? And that is, it does not take into account the reciprocity of time and space more fully. അദ്ദേഹം അവിടെ പറയുന്നുണ്ട് സ്പേസ് ടൈം കോർഡിനേറ്റ് എടുക്കുന്നു കണക്കിലൊക്കെ അതിനകത്ത് എഴുതുമ്പം സ്പേസ് ടൈം കോർഡിനേറ്റ് എടുക്കുന്നു. ഈ സ്പേസ് ടൈം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ XYZ പൊസിഷൻ കാണിക്കാനായിട്ട്, ഒരു മൂവിങ് ഓബ്ജക്റ്റിന്റെ പൊസിഷൻ കാണിക്കാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ്, എക്സ് ഓർ മൈനസ് എക്സ് ആക്സിസ്, വൈ ഓർ മൈനസ് വൈ ആക്സിസ്, സെഡ് ഓർ മൈനസ് സെഡ് ആക്സിസ്, എങ്ങനെ എവിടാണ് ഈ ബോഡി ഉള്ളത്. എന്നിട്ട് ഈ ബോഡി ചലിക്കുമ്പം ടൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനകത്ത് വരുന്നത്? ഈ ബോഡി ചലിക്കുമ്പം അതിന്റെ സ്പീഡ് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ, ബിക്കോസ് ഇതിനകത്ത് ഫോഴ്സ് ഇല്ല. ഈ സ്പെഷ്യൽ തിയറിയിൽ നമുക്ക് ഫോഴ്സ് എടുക്കണ്ട, കാരണം ആക്സിലറേഷൻ ഇല്ല. അന്ന് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിക്കോട്ടെ, അതുണ്ടാവാമല്ലോ. അപ്പൊ ഈ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ചലിക്കുന്നുണ്ട് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. ആ സ്പീഡ് എന്ന് പറയുമ്പം ആ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് സെയിം കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് പറയുന്നത് പോലെ ബോഡി സെന്റിമീറ്റേഴ്സ് കണക്കിന് ചലിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂ സെക്കൻഡ്, സെന്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ടൈം വരുന്നത്. അപ്പൊ XYZ പൊസിഷൻ കാണിക്കുന്നു, പിന്നെ ആ പോയിന്റ് ചലിക്കുന്നു, ഏതോ ഒരു പോയിന്റ് പി ഇട്ടിട്ട് അത് ചലിക്കുന്നു. ചലിക്കുമ്പം എക്സ് ആക്സിസിലാണോ, വൈ ആക്സിസിലാണോ, സെഡ് ആക്സിസിലാണോ, അല്ലെങ്കിൽ എക്സ് ആക്സിസ് ഇത്രയും പോയിന്റ് അകന്നിട്ട് അലോങ് ദ ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിസ് എന്ന് പറയുന്ന പിന്നെ ആ ആക്സിസിൽ അത്രയും പോയിന്റ് മുന്നോട്ട് പോയിട്ട് ആ പോയിന്റ് പിന്നെ വലത്തോട്ട് എക്സ് ആക്സിസിന് പാരലായിട്ട് ചലിക്കുന്നു. എത്ര ചലിക്കുന്നു, ആ സ്പീഡ് എത്രയാണ്. അപ്പൊ അത് രണ്ടും കൂട്ടുമ്പോഴാണ് ഈ സ്പേസ് പിന്നെ ടൈമും പിന്നെ എന്താണ് പറയാ ആ ഒരു ഇത് കിട്ടുന്നത്. ദോസ് ടു പോയിന്റ്സ് വി ഗെറ്റ്. So it is taken like that in his theory. രണ്ടും എടുക്കുന്നു. ഇവിടെ റെസിപ്രോസിറ്റി ഇല്ല. അപ്പൊ അതാ പറയുന്നത്, ആ റെസിപ്രോസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനേം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അത്, പക്ഷെ റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത് രണ്ടും അത്രയും കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല, റെസിപ്രോസിറ്റി എടുക്കുന്നില്ലെന്ന്. ഇനി പറഞ്ഞോളൂ എന്തായിരുന്നു പറഞ്ഞത്? അല്ല, ഈ പറഞ്ഞതൊന്നുകൂടി ഒന്ന് കേട്ടാലേ വല്ലവർക്കും മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഒന്നുകൂടി കേട്ടിട്ട് അതൊന്ന് കേട്ടു, അതിന്റെ കണ്ടിന്യൂറ്റി പിന്നെ ഒന്ന് കേൾക്കുമ്പോ ഉണ്ടല്ലോ, 2-3 തവണ കേൾക്കുമ്പം പിന്നെ ഒരു പിടി കിട്ടും. ഇത് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം ഇത് മറ്റേതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഡീൽ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു മ്യൂച്വലി കോംപ്ലിമെന്റിങ് ഈച്ച് അതർ ആ ഒരു തലത്തിൽ എടുത്തായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഐഡിയലിസ്റ്റിക് ആയിരുന്നേനെ. സോ അങ്ങനെ എടുക്കാതെ സ്പേസിനെയും ടൈമിനെയും അല്ലാത്ത രീതിയിൽ എടുത്തു. അതായത് അത് എങ്ങനാണോ ആ സയന്റിസ്റ്റിന് അങ്ങനെ മനസ്സിലാക്കിയ ആ തലത്തില് പിന്നെ ക്ലോസസ്റ്റ് ടു ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അവയർനെസ്സിൽ നിന്ന് ചെയ്തിട്ട് എടുത്തതിലും ഒരു പോരായ്മ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. Because he did not take into account the reciprocity of time and space more fully, and is limited merely to correcting what belongs to the inertial field of Einstein. Appo Einstein define ചെയ്ത ആ inertial field where the body is moving without acceleration, അതിനകത്ത് അദ്ദേഹത്തിന്റെ ആ ലിമിറ്റഡ് പിന്നെ വ്യൂയിങ് ഓർ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയത് വെച്ചിട്ട് ആ സ്പേസ് ടൈം ഇത് വെച്ച് പിന്നെ അത് അന്ന് പൂർണ്ണ അല്ലാതാനും, പക്ഷെ അവർക്ക് കാണാനും പിന്നെ വിഷ്വലി ആൻഡ് ഓൾസോ പെർസെപ്ച്വലി വാട്ട് കുഡ് ബി റെക്കഗ്നൈസ്ഡ്, അത് വെച്ച് സ്പേസ് ടൈമിന്റെ ആ കോമ്പിനേഷൻ വെച്ച് ചില കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്തതായിരുന്നു. അപ്പോൾ
അത് റിയലിസ്റ്റിക് ആയിരിക്കാം, പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് വേറെ ഒരു ഇതുകൂടെ അപ്പൊ അവിടെ ഉണ്ട്, അവിടാണ് എന്തോ ഉള്ളത്, സ്ട്രക്ചറലിസം അവിടെ അപ്ലൈ ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഹോറിസോണ്ടൽ ആക്സിസ് പോലെ നമുക്ക് വിചാരിക്കാം എനിക്ക് തോന്നുന്നു, അറിയത്തില്ല, നമുക്ക് വി മേ ബി മിസ്റ്റേക്കൻ. ലെറ്റ്സ് സീ. The other context in which the structuralism can be discussed is a situation which is more idealistic. It gives to time and space a neutralized, unitive and absolutist status. രണ്ടും കമ്പൈൻ ചെയ്തല്ല, ഓരോത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആബ്സല്യൂട്ടിസ്റ്റ്, അതായത് ഹോൾസം, പൂർണ്ണമായ ആ സ്റ്റേറ്റസ്, ആബ്സല്യൂട്ട് പെർഫെക്റ്റ് സ്റ്റേറ്റസ്, ഒന്നായിട്ട് നിൽക്കുന്ന ആ സ്റ്റേറ്റസ്, ഹോൾസം സ്റ്റേറ്റസ് കൊടുക്കുന്നു ടൈമിനും അതുപോലെ സ്പേസിനും, അല്ലാതെ കമ്പൈൻഡ് അല്ല. When both these proposals are put together, we find that there is a complementarity between them, and which can be helpful in arriving at a more complete model, which can be called both realistic and idealistic together, serving the requirement of physics and metaphysics at one and the same time. അപ്പോ അത് പറയുന്നത് ഇങ്ങനെ യൂണിലാറ്ററൽ ആകാതെ ഈ രണ്ട് ആസ്പെക്ട്സൂടെ, അതായത് ടൈമും സ്പേസൂടെ കൺസിഡർ ചെയ്താൽ, എന്നാൽ അത് ആ റിയലിസ്റ്റിക് പാർട്ടായിട്ടുള്ളത് പെർസെപ്ച്വൽ ആയിട്ടുള്ള പാർട്ടും, മറ്റേത് സ്പേസും ടൈമിനും അതിന്റെ അബ്സല്യൂട്ടിസ്റ്റ് ആയിട്ടുള്ള ആ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയാൽ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും വരുമ്പോൾ then it is like that ഹോറിസോണ്ടലും വെർട്ടിക്കലൈസ്ഡും പോലുള്ള ആ ഒരു സ്ട്രക്ചറലിസം പോലെ ആണ് അദ്ദേഹം ഈ ഐൻസ്റ്റൈൻ തിയറിയിലെ പിന്നെ അത് പെർഫെക്ഷൻ വരാൻ പറ്റുന്നത് അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായേനേം ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഹലോ, then ഈ picture, the realistic picture presented to us by Bergson, is to be found in the context of finalizing his arguments in favor of reciprocity as against one-sided relativity. അപ്പോ ഇതിനെക്കുറിച്ച് പുള്ളിക്കാരന് പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുവാണ്. ഒരു എന്താ സ്കീമ മോട്ടർ എന്നതാ പറയുന്നത് അതിന്. അത് സ്കീമ മോട്ടർ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്. അത് ഇതിങ്ങനെ ഒരു സ്കീമാറ്റിക് ആയിട്ട് റിപ്രസെന്റ് ചെയ്യാന്നാണ്. ഇറ്റ്സ് എ ഡയഗ്രാം, ലൈക്ക് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദിസ് ഈ സ്ട്രക്ചറലിസത്തിനെ കുറിച്ച് അതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഇങ്ങനത്തെ see that what they say is that if many events or such variations, if it is not complete also, അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുമ്പേ ഇങ്ങനെ നമ്മുടെ വിഷൻസിന് മുമ്പേ നടന്നിട്ടുണ്ടെങ്കിലും എന്നാലും അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഇന്നർ വാട്ട് സേ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റും. That sentence, what is written, a schematic representation ഇതിൽ ഒതുങ്ങും. What we should specially note here is that even the colorful material world spread out before the vision is capable of being fitted onto an inner geometrical frame of reference, just as a tailor cuts a piece of cloth when fitting a coat. ടൈലർ കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആന്തരികമായിട്ടുള്ള ആ കാൽക്കുലേഷനും എല്ലാം ആ വിഷ്വലൈസേഷനും ഡയമെൻഷൻസും ഇതെല്ലാം ആന്തരികമായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് ആ ഇന്നർ ഫ്രെയിം വെച്ച് വർക്ക് ചെയ്തിട്ടാണ് ആ റിസൾട്ട് ഉണ്ടാവുന്നത് ആ ക്ലോത്തിൽ നിന്ന്. അതുപോലെ തന്നെ
മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമ്മുടെ മുമ്പേ പല കാര്യങ്ങൾ പിന്നെ കാണുന്നതും പല എന്താണ് പാരാമീറ്റേഴ്സും പല ഡയമെൻഷൻസും ഒക്കെ സയൻറ്റിസ്റ്റ് ആയാലും അവർ അളക്കുകയും അങ്ങനെയൊക്കെ കാണുമ്പം all these happenings or all these which appear before the vision, that can be fitted into an inner geometrical frame of reference. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെക്കുലേറ്റീവ് ആയിട്ട് മനനം ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹയർ അബ്സ്ട്രാക്ഷനോ എല്ലാം ഉണ്ടായിട്ട് അതുണ്ടാകാം. അത് തന്നെയാണ് ഈ സ്ട്രക്ചറലിസം. ഹോറിസോണ്ടൽ വെറൈറ്റി പലതരം ഹോറിസോണ്ടൽ ആക്സസ്, വെർട്ടിക്കലില് മറ്റേത് മറ്റേ പോളിലും മുകളിലോട്ട് പോകുന്നത്. The higher you go to that pole, the more perfect it becomes, and whatever has to be arrived at some what you call that inferences, it becomes more wholesome. These ideas are familiar to us already from his other works, to which we have made sufficient reference elsewhere in our writing. എന്നിട്ട് ഇതിനെ കുറിച്ചാണ് ബെർഗ്സൺ എങ്ങനെയാണ് ഈ സ്ട്രക്ചറലിസം with reference to this what you call that field that എന്താണ് relativity theory-യെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ relativity theory is related to movements, relative movements. അപ്പോൾ മൂവ്മെന്റ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ആ മൂവ്മെന്റ്സ് എക്സ്റ്റേണൽ മൂവ്മെന്റ്സിൽ നിന്ന് ഈ ഇന്റേണൽ മൂവ്മെന്റ്സിനെ കുറിച്ച് പറയും. എക്സ്റ്റേണൽ മൂവ്മെന്റ്സ് ഇപ്പൊ അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അടുത്ത പാരഗ്രാഫിൽ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പം ഈ ഇദ്ദേഹം പറയുന്ന അതാണ്, ആ പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. നമുക്കത് നാളെ ചെയ്യാം. എന്തായാലും ഒരു ഷോർട്ടായിട്ട് പറയാണ്. നമ്മൾ ഈ പോയിന്റ് വായിക്കുമ്പം ഇതിനകത്ത് മനസ്സിലാക്കണ്ടേ, നമ്മൾ ആ you can see in that paragraph relativity of movement, radical relativity of movement എന്ന 5ാമത്തെ ലൈനിൽ ഇവിടെ കാണാം. ആ relativity of movement, which is a displacement, movement of a person from one point to the other is a displacement. ചലിക്കുന്നു. അപ്പോൾ റിലേറ്റിവിറ്റി ഓഫ് മൂവ്മെന്റ് അത് കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും. അതാണ് ഈ സെക്കൻഡ് തിയറിയുടെ അല്ല സ്പെഷ്യൽ തിയറി പ്രകാരം ഉള്ള ആ റെഫറൻസ് വിത്ത് റെഫറൻസ് ടു ദാറ്റ് ആണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ബെർഗ്സൺ പറയുന്നതെന്ന് പറഞ്ഞാൽ, ബെർഗ്സൺസ് വേർഡ്സ്, ഇൻ ഹിസ് ഓൺ വേർഡ്സ് ഹി ഈസ് ഇൻട്രൊഡ്യൂസിങ് ദിസ് വാട്ട് യു കോൾ ദാറ്റ് സ്ട്രക്ചറൽ പ്രോഗ്നോസ്റ്റിക്സ് ഹി ഈസ് ഇൻട്രൊഡ്യൂസിങ് അസ് ടു. സോ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ പിന്നെ ബാഹ്യമായിട്ട് രണ്ട് ഒബ്സർവേഴ്സ് അല്ലെങ്കിൽ രണ്ട് ബോഡീസ് തമ്മിലുള്ള ആ മൂവ്മെന്റ് അത് റിലേറ്റിവിസ്റ്റിക് ആണ്. അത് അങ്ങനെ എപ്പോഴാണ് കാണുന്നത്? മനോതലത്തിൽ നിന്ന് കാണുമ്പോഴല്ലേ അതങ്ങനെ വരുന്നത്. അതങ്ങോട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാവും പെർസെപ്ഷൻ ലെവലിൽ. ആ തലത്തിൽ നിൽക്കുമ്പം ആ രീതിയിലായിരിക്കും. പക്ഷെ പിന്നെ ആന്തരികമായിട്ട് പോകുമ്പം അവിടെയും ഒരു മൂവ്മെന്റ് ഉണ്ടായിക്കൂടെ എന്നാണ് പറയുന്നത്. ആ മൂവ്മെന്റിനെ സംബന്ധിച്ച് ഈ എക്സ്റ്റേണൽ മൂവ്മെന്റും വെച്ച് എങ്ങനെ ആ സ്ട്രക്ചറലിസം അവിടെ എങ്ങനെ കൊണ്ടുവരുന്നു എന്നാണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ രണ്ട് മൂവ്മെന്റ് ഉള്ളത്, ഒന്ന് എസ് എന്നും മറ്റേ എസ് പ്രൈം എന്ന് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അത് മനസ്സിലാക്കിയിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ആ പാട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. We bow humbly and surrender ourselves to the all and ever pervading effulgence of the absolute. Love, 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 bliss. Hari Om.